അപ്പോൾ തെലങ്കാനയുടെ രാഷ്ട്രീയ ഭൂമിക ഇങ്ങനെയാണ് കിടക്കുന്നത്. അവിടെ ഇനി മുന്നണികളുടെ തന്ത്രങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. വി എസ് രഞ്ജിത്തും ആർ ശ്രീജിത്തുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് ഈവനിങ്. BJPയുടെ തന്ത്രങ്ങൾ അത് തെലങ്കാനയിൽ BRSനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ വളർത്താനല്ല, അവർക്ക് സ്വയം വളരാനാണ്. അഭിപ്രായ സർവേകൾ 5 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും BRSനും BJPക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ പയറ്റി സീറ്റെണ്ണം കൂട്ടാൻ കഴിയുമോ ഇക്കുറി? സുജയ, BJPയുടെ മിഷൻ സൗത്ത് ഇന്ത്യ 50 സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 130 എണ്ണത്തിൽ 50 എണ്ണം മിനിമമാണ്. ഈ 50 സീറ്റുകളിൽ അവർ 10 എണ്ണമെങ്കിലും തെലങ്കാനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 3 സീറ്റുകളാണ്, 17 എണ്ണത്തിൽ 3 എണ്ണം BJP നേടിയിട്ടുണ്ട്. ഇത്തവണ അത് 10 എണ്ണത്തിലേക്ക് ഉയർത്തണം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് BRSന്റെ സ്പേസിലേക്ക് വളരുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ BRS അവിടെ നേതൃപരമായും സംഘടനാപരമായും രാഷ്ട്രീയമായും അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് BRSൽ നിന്നുള്ള നേതാക്കന്മാർ അവർ സീറ്റ് കൊടുത്തിട്ട് പോലും, അവിടെ മത്സരിക്കാൻ അവസരം കൊടുത്തിട്ട് പോലും അവരെല്ലാവരും BJPയിലേക്കോ കോൺഗ്രസിലേക്കോ ചേക്കേറുകയും BRSന്റെ നേതൃത്വം തന്നെ ഇല്ലാതാവുന്നു. ചന്ദ്രശേഖർ റാവുവിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. അപ്പോൾ ആ BRSന്റെ സ്പേസിലേക്ക് വളരുക എന്നുള്ളതാണ് BJP അവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇത്തവണ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെലങ്കാനയിൽ BJP പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ അഭൂതപൂർവമായ വളർച്ച, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ വളർച്ച തന്നെയാണ് BJPക്ക് ഇത്തവണയും വലിയ തോതിലുള്ള തിരിച്ചടിയാവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അവിടെ കഴിഞ്ഞ തവണ ഈ ന്യായ പദ്ധതി 6 ഗ്യാരണ്ടികൾ പറഞ്ഞിരുന്നു. അതിൽ 4 ഗ്യാരണ്ടികളും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ BJP കോൺഗ്രസിന് ഗുണകരമായി തീർന്ന മൈനോറിറ്റി വോട്ടുകളൊക്കെ ഇത്തവണയും കോൺഗ്രസിന് തന്നെ ഗുണകരമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഏതായാലും എല്ലാ സർവേകളും BJPക്ക് 5 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 5 വരെ സീറ്റുകളാണ് തെലങ്കാനയിൽ പ്രവചിക്കുന്നത്. തെലങ്കാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ നേതൃമാറ്റമാണ്. അവിടെ ഈ സഞ്ജയ് ബണ്ടി പ്രസിഡന്റ് ആവുകയും കിഷൻ റെഡ്ഡി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി, സഞ്ജയ് ബണ്ടി നേതൃത്വം വന്നതോടുകൂടി BJPയിൽ വലിയ നേതൃതലത്തിൽ വിഘടനവാദവും അതുപോലെ തന്നെ വിഭാഗീയതയും ഒക്കെ ഉണ്ടായി. അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയായത്. ആ വിഭാഗീയത പരിഹരിച്ച് ഇത്തവണ നേതൃത്വത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദി പലതവണയായി തെലങ്കാനയിൽ വന്നിറങ്ങി പ്രചാരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. മുൻ ലീഡറായിട്ടുള്ള K. ലക്ഷ്മൺ ഈ അടുത്ത് നടത്തിയൊരു പ്രസ്താവന അത് സൂചിപ്പിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്, നരേന്ദ്രമോദി എഫക്റ്റ് തെലങ്കാനയിലുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ നരേന്ദ്രമോദി എഫക്റ്റ് ഉണ്ടെങ്കിൽ 5 മുതൽ 10 വരെ സീറ്റുകൾ തെലങ്കാനയിൽ കിട്ടാം. പക്ഷേ കോൺഗ്രസ് പറയുന്നത് തെലങ്കാനയുടെ പ്രാദേശികമായ വികാരമാണ്, മതേതരത്വം, ഫെഡറലിസം പോലുള്ള വിഷയങ്ങളിൽ അവർ ഊന്നുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന് ഇത്തവണ തിരിച്ചടിയാവാൻ പോകുന്നത് സുനിൽ കനകോലുവിൻ്റെ തന്ത്രങ്ങളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കിയത്. ഇത്തവണ സുനിൽ കനകോലു ഇല്ല എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകം. അതൊരു വെല്ലുവിളിയാകുമോ? നോക്കാം രഞ്ജിത്ത്. നമുക്ക് ആർ ശ്രീജിത്തിലേക്ക് പോകാം. ആർ ശ്രീജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തെലങ്കാനയിൽ മുഴുവൻ പ്രചാരണവും അതുപോലെ തന്നെ ക്യാമ്പുകളിലെ തന്ത്രങ്ങളും ഒക്കെ നേരിട്ടറിഞ്ഞ ആളുകൂടിയാണ്. ഇത്തവണ ലോക്സഭയിൽ അതേ തന്ത്രങ്ങളായിരിക്കുമോ അതോ മാറ്റിപ്പിടിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കോൺഗ്രസിന്റെ പദ്ധതി? സുജിയ, തെലങ്കാനയിൽ കോൺഗ്രസ് വളരെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 17 ലോക്സഭാ സീറ്റുകളാണ് തെലങ്കാന സംസ്ഥാനത്തുള്ളത്. ഇതിൽ 14 സീറ്റുകളിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് കഴിഞ്ഞ ദിവസം കായംകുളത്ത് വെച്ച് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി നമ്മളോട് പറഞ്ഞത്. 17 സീറ്റിൽ 14 എണ്ണത്തിലും ഉറപ്പായും ജയിച്ച് ശക്തമായ തിരിച്ചുവരവ് ലോക്സഭയിലേക്ക് നടത്താൻ തെലങ്കാനയിലെ കോൺഗ്രസിന് കഴിയും. അതിന് 2 കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നേതൃത്വത്തോട് തെലങ്കാനയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന മതിപ്പ്. മറ്റൊന്ന്, പുതുതായി വന്ന 5 മാസം പ്രായമായ സർക്കാർ പാലിച്ച വാഗ്ദാനങ്ങൾ, അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിച്ചുകൊണ്ട് മാത്രമല്ല യുവാക്കൾക്ക് തൊഴിലവസരം. അവിടുത്തെ തെലങ്കാന PSC വഴി മാത്രം ഏതാണ്ട് 30,000 ആളുകൾക്കാണ് ഈ കഴിഞ്ഞ 5 മാസം കൊണ്ട് തൊഴിൽ നൽകിയത്. ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ വലിയ തോതിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ തെലങ്കാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മതേതരത്വ ജനാധിപത്യ ശക്തികളെ വിജയിപ്പിക്കണമെന്നൊരു അഭിവാഞ്ച തെലങ്കാന ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് നിരവധി ആളുകൾ BRS വിട്ട് നിരവധി ആളുകൾ ഇപ്പോൾ
കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. നേരത്തെ BRSന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന ആളുകൾ പോലും ഇപ്പോൾ തെലങ്കാനയിലെ രാഷ്ട്രീയ പരിസ്ഥിതി മനസ്സിലാക്കി ഈ കോൺഗ്രസിലേക്ക് വരുന്നു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒഴുക്കാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കോൺഗ്രസിന്റെ ജനസ്വാധീനം വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് രേവന്ത് റെഡ്ഡി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു ജനവികാരം തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, ദളിത് വിഭാഗങ്ങൾക്കിടയിൽ. തെലങ്കാനയിലെ ജനസംഖ്യ എടുത്താൽ ഏതാണ്ട് 50%-ലേറെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളാണ്. അപ്പോൾ ഈ വിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാനാണ് BJPയും കോൺഗ്രസും ഒക്കെ അവിടെ മത്സരിച്ച് പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വന്ന് പോകുന്നുണ്ടെങ്കിൽ അവിടെ മധുര സമുദായം എന്ന സമുദായത്തെ കേന്ദ്രീകരിച്ചാണ് BJPയുടെ പ്രവർത്തനങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അത് കാര്യമായ രീതിയിൽ ഏശിയില്ല. BRS പല മേഖലകളിലും BJPയേക്കാൾ മികച്ച പ്രകടനം നടത്തി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു തന്ത്രം അവിടെ മോദി എഫക്ട് പ്രകാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നല്ല ആത്മവിശ്വാസമാണ് കോൺഗ്രസ് തെലങ്കാനയിൽ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഊർജ്ജസ്വലമായി നേതൃത്വം നൽകുന്ന രേവന്ത് റെഡ്ഡിയുടെ നായകത്വം തന്നെയാണ് അവിടെ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു ആയുധമായി മാറിയിരിക്കുന്നത്.